എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിസ്റ്ററി ചാപ്റ്റർ 6ലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയ ഗാന്ധിജി തന്റെ പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത് എവിടെ നിന്നാണെന്നറിയാമോ? ദക്ഷിണാഫ്രിക്കയിലെ നീണ്ട 20 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം 1915-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. അദ്ദേഹം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലാണ്. 1917-ൽ രാജ്കുമാർ ശുക്ല എന്ന കർഷകന്റെ ക്ഷണപ്രകാരം അദ്ദേഹം ബീഹാറിലെ ചമ്പാരനിലെത്തി. അവിടെ യൂറോപ്യൻ തോട്ടമുടമകൾ നീലം കർഷകരെ ക്രൂരമായി ചൂഷണം ചെയ്യുകയായിരുന്നു. ഗാന്ധിജിയുടെ ശക്തമായ ഇടപെടൽ മൂലം ബ്രിട്ടീഷ് ഭരണകൂടം ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. ഗാന്ധിജിയും അതിലംഗമായിരുന്നു. അവസാനം കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. അടുത്ത വർഷം 1918-ൽ അദ്ദേഹം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ അടുത്തേക്ക് തിരിഞ്ഞു. കുറഞ്ഞ ശമ്പളത്തിനെതിരെ സമരം ചെയ്ത തൊഴിലാളികൾക്കു വേണ്ടി ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഇത് അധികാരികളെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ അവർ നിർബന്ധിതരായി. അതേ വർഷം തന്നെ ഗുജറാത്തിലെ ഖേഡയിലെ കർഷകർ വരൾച്ചയും പ്രകൃതിക്ഷോഭവും കാരണം ദുരിതത്തിലായി. നികുതി അടയ്ക്കാൻ കഴിയാതെ അവർ വലഞ്ഞു. കർഷകർക്ക് നികുതിയിളവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി വീണ്ടും സമരരംഗത്തിറങ്ങി. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളെ അദ്ദേഹം ബോധവാന്മാരാക്കി. അവസാനം വിളനാശം സംഭവിച്ച കർഷകർക്ക് നികുതിയിളവ് നൽകാൻ സർക്കാർ സമ്മതിച്ചു. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേഡ ഈ 3 പ്രാദേശിക സമരങ്ങളിലെ വിജയങ്ങൾ ഗാന്ധിജി എന്ന നേതാവിനെ ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന അദ്ദേഹത്തിന്റെ പുതിയ സമരരീതി ഇന്ത്യക്കാർക്ക് പ്രതീക്ഷ നൽകി. ഇതായിരുന്നു ഒരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രം.